KSRTC ബസ് സ്റ്റാൻഡുകൾ വിമാനം പോലെയൊന്നും ആക്കണ്ട, പകരം ബസ്സുകൾ ഓടാനുള്ള ഡീസൽ മതിയെന്നാണ് വയനാട്ടുകാരുടെ ആവശ്യം. ഡീസൽ ക്ഷാമം രൂക്ഷമായതോടെ വയനാട്ടിൽ KSRTC സർവീസുകൾ താറുമാറായി. ഇതോടെ യാത്രക്കാരും കടുത്ത പ്രതിസന്ധിയിലായി. ജില്ലയിലെ കൽപ്പറ്റയിലാണ് കടുത്ത പ്രതിസന്ധിയെന്നാണ് റിപ്പോർട്ട്. രാവിലെ സർവീസ് തുടങ്ങിയ ബസ്സുകളിൽ പലതും ആവശ്യത്തിന് ഡീസൽ ഇല്ലെന്ന് കണ്ടതോടെ ഡിപ്പോകളിൽ സർവീസ് അവസാനിപ്പിച്ചു. ഡീസൽ ക്ഷാമം മൂലം ജില്ലയിലാകെ 18 സർവീസുകൾ നിർത്തിവെച്ചുവെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. കൽപ്പറ്റയ്ക്ക് പുറമെ ബത്തേരിയിലും മാനന്തവാടിയിലും കടുത്ത പ്രതിസന്ധിയാണ്. മാനന്തവാടിയിൽ വെറും 500 ലിറ്റർ ഡീസൽ മാത്രമാണ് ശേഷിക്കുന്നത്. ഇത് വെച്ച് സർവീസുകൾ എങ്ങനെ നടത്തുമെന്നാണ് അധികൃതർ ചോദിക്കുന്നത്. രാവിലെ മൂകാംബികയ്ക്ക് പോയ ബസ് സ്വകാര്യ പമ്പിൽ നിന്നാണ് ഡീസൽ അടിക്കുന്നത്. 2 ദിവസമായി തുടരുന്ന പ്രതിസന്ധി ഇന്നാണ് രൂക്ഷമായത്. എന്നാൽ പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും പറയുന്നുണ്ട്. KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഊർജിത ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ലെന്നാണ് തൊഴിലാളികളും യാത്രക്കാരും പറയുന്നത്. ബസ് സ്റ്റാൻഡുകൾ വിമാനത്താവളങ്ങളെ പോലെ ഉയർത്താൻ കച്ചകെട്ടി ഇറങ്ങിയവർ ആദ്യം പരിഹരിക്കേണ്ടത് ഇത്തരം പ്രശ്നങ്ങളാണെന്നാണ് യാത്രക്കാർ അഭിപ്രായപ്പെടുന്നത്.